പക്ഷേ നമ്മുടെ പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാരുടെ നെഞ്ചത്തടിച്ച് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. സർക്കാരിന്റെ പുത്തൻ പദ്ധതിയില്ലേ പ്രിയദർശിനി എന്ന് പറഞ്ഞേ, അതിനെപ്പറ്റി അഭിപ്രായം എന്നാ? അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. കാരണം അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് ഞങ്ങൾ എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം നമുക്ക് അമ്മയും പെങ്ങളും എല്ലാവരും ഉള്ളതാ. പക്ഷേ നമ്മുടെ പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാരുടെ നെഞ്ചത്തടിച്ച് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. നമുക്കും ഒരു ബെനിഫിറ്റ് ഇല്ല, സത്യം പറഞ്ഞ ആളില്ല, പൊതുവെ ആളും ഇല്ല. ആപ്പാടെ ഒരു ബുദ്ധിമുട്ട അവസ്ഥയാണ്. കൂടുതലും പിള്ളേരാണ് വണ്ടിയൊക്കെ കയറുന്നത്. ഈ ഒരു രൂപയും കൊണ്ടൊക്കെ ഡീസൽ അടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ കൊണ്ടല്ല, നമ്മുടെ മുതലാളിമാർക്കും ഒന്നും പറ്റത്തൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വണ്ടിയിൽ തന്നെ ഒരു 3 പേര് അല്ലെങ്കിൽ 2 പേരേക്കുള്ള സ്റ്റാഫുകളാണ് കൂടുതലുള്ളത്. അന്നേരം അവർക്കും മുതലാകത്തില്ല. ഇപ്പം ചില വണ്ടിയിൽ നിന്നൊക്കെ 3 പേരുള്ളവരത്തിൽ നിന്ന് ഇപ്പൊ 2 പേരുള്ളൂ, കണ്ടക്ടറും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. ചെക്കറിന്റെ ഒരാൾ വെട്ടിക്കുറച്ചുണ്ട്. അവന്റെ കുടുംബത്തിലെ അവസ്ഥ ഇല്ലാത്ത കൊണ്ടായിരിക്കും അവൻ ഈ പണിക്ക് വരുന്നത്. അന്നേരം അവനെ കൂടെ മാറ്റി പോകുമ്പോഴത്തേന് അവന്റെ അവസ്ഥ തന്നെ ആയിരിക്കും. എനിക്ക് ഒരു 60 വയസ്സിന്റെ മണ്ടയിലോട്ടുള്ളവർക്ക് ഫ്രീ കൊടുക്കുമായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. അപ്പൊ നമുക്ക് ശമ്പളവും ഇല്ല, ആളും ഇല്ല, എന്താ ചെയ്യാ? ഇപ്പൊ ഞങ്ങളെ കഞ്ഞിയോടി മുട്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാ വെച്ചാൽ ഞങ്ങൾക്ക് ഇതേലെ ഇപ്പം കയറുന്നെന്ന് പറഞ്ഞാൽ ആൾക്കാര് പകൽ സമയങ്ങളിൽ ഈ വണ്ടി മാത്രം നോക്കി നിന്നുകൊണ്ട് കയറുക. നമ്മുടെ വണ്ടിയിൽ ഒരു ലേഡീസ് ആരും അങ്ങനെ കയറുന്നില്ല. നമ്മൾ പോരുമ്പോഴത്തേനൊക്കെ സ്റ്റോപ്പിൽ ഇഷ്ടം പോലെ ആൾക്കാർ മാറി നിൽക്കുക, അടുത്ത വണ്ടി വരാൻ നോക്കി. അപ്പം കളക്ഷനെയും ബാധിച്ചിട്ടുണ്ട്. 1000-1500 രൂപയുടെയൊക്കെ മാറ്റം വരുന്നുണ്ട്, കളക്ഷനിൽ കുറയുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങളുടെ ശമ്പളം കുറയും. ഇങ്ങനെയുള്ള പിന്നെ ഡീസൽ ചെലവുകൾ, വണ്ടിയുടെ ചെലവുകൾ, വണ്ടിക്കകത്ത് കിട്ടിക്കൊണ്ടിരുന്ന ബാലൻസ്, ഓണർക്കും ബാലൻസ് ഇല്ല, ഡീസലിന്റെ വില കൂടുതൽ. അപ്പം അതനുസരിച്ച് നമുക്ക് ഭയങ്കര നഷ്ടത്തിലാണ് നമ്മുടെ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്.